ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ നിയമത്തിൻ്റെ എല്ലാം മാറ്റങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഇടപഴകലിനെയും ബാക്കി നിയമങ്ങളെല്ലാം മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ആധുനിക കാലത്തെ ഒരു സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ഇരുട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് അവിടെയുള്ള എല്ലാ നിയമങ്ങളും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവർ ലോകത്തോട് പറഞ്ഞത്, മുൻപുള്ള താലിബാൻ അല്ല ഞങ്ങൾ, മിതമായ ഭരണമായിരിക്കും, സ്ത്രീകൾക്ക് അവകാശമുണ്ടാകും. പക്ഷേ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് അത് മുഴുവൻ കള്ളമാണെന്ന് തെളിയിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീകൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. താലിബാൻ ഭരണം വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ജീവിതം ഒരു ജയിലിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് മാറി. പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പാടില്ല, സ്കൂളുകളിൽ ജോലി ചെയ്യാൻ പാടില്ല, പാർക്കിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ പോകാൻ പാടില്ല, ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല, മുഖം പൂർണ്ണമായി മറയ്ക്കണം, ശബ്ദം കേൾക്കാവുന്ന വിധം സംസാരിക്കരുത്, പൊതുസ്ഥലത്ത് ചിരിക്കരുത്, ഒരു സ്ത്രീ ഒരു മനുഷ്യനാണെന്ന് പോലും അവിടെ അംഗീകരിക്കുന്നില്ല. ശിക്ഷകളുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് കുറ്റവും ശിക്ഷ, അതിനെക്കുറിച്ച് പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ജീവൻ എടുക്കുന്ന തരത്തിലുള്ള പണിഷ്മെൻറ്റ്, കല്ലെറിഞ്ഞു കൊല്ലൽ, കൈവെട്ടൽ, സ്ത്രീകളെ പൊതുവേദിയിൽ ചാട്ടവാറടിക്കൽ. ഇത് നിയമമാണോ? അല്ല, ഇത് ശരിക്കും ഭീകരതയാണ്. പേടി മൂലം ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മാർഗം മാത്രമായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഒരു വെൽഫെയർ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ നടക്കുന്ന പോലുള്ള പണിഷ്മെൻറ്റ്സ് അല്ല ഇതും. കുട്ടികളുടെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരമാണ്. അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾക്ക് ഒരു ഭാവി എന്ന് പറയുന്നത് തന്നെ ഇല്ല. ഇപ്പോൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, ആൺകുട്ടികൾക്കാണെങ്കിൽ സുരക്ഷയില്ല. താലിബാൻ്റെ കണ്ണിൽ കുട്ടികളല്ല, പെൺകുട്ടികൾ എന്നാൽ അത് അടിമകളും, ആൺകുട്ടികൾ ഭാവിയിലെ അവരുടേതായിട്ടുള്ള യോദ്ധാക്കൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡിയാകുന്ന ഓരോ പോരാളികൾ പോലെയാണ് അവർക്ക്. ഇതാണ് അവരുടെ ഇപ്പോൾ നിലവിലുള്ള ഭാവി എന്ന് പറയുന്നത് തന്നെ. നമുക്ക് നോക്കാം, ലോകത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ ഒരു മൗനം, ഇത്ര ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്, എന്നിട്ടും ലോകരാഷ്ട്രങ്ങളോ ബാക്കിയുള്ള വലിയ വലിയ ശക്തികളോ അതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇല്ല. ഇത്രയൊക്കെ നടക്കുമ്പോഴും ലോകം മൗനം തന്നെയാണ് പാലിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളൊന്നും സംസാരിക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ സൈഡിൽ നിന്ന് വലിയൊരു പ്രഖ്യാപനമോ വലിയൊരു പ്രതികരണമോ ഒന്നും തന്നെയില്ല. ലോക നേതാക്കളും മൊത്തത്തിൽ സൈലൻ്റാണ് ഇപ്പോൾ. ഇത് അവരുടെ രാജ്യമല്ല, അതുകൊണ്ട് അവരുടെ പ്രശ്നമല്ല എന്ന രീതിയിലാണ് അവരുടെ അപ്രോച്ച്. ഇത് നിങ്ങൾ മതം എന്ന രീതിയിലോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ഇത് മതപരത്തേക്കാൾ കൂടുതൽ ഒരു ടോട്ടൽ ഒരു കാടത്തമാണ്, ഒരു ഗോത്രീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് മതത്തിൻ്റെ പേരിൽ അധികാരം പിടിച്ചെടുക്കുന്ന, സ്ത്രീകളെ അടിമകളാക്കുന്ന, അറിവിനെ ശത്രുവാക്കുന്ന കാടത്തം, അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. ഇത് ടോട്ടലി മതപരമാണെന്നും പറയാൻ പറ്റില്ല, മൊത്തത്തിൽ പൊളിറ്റിക്കലാണ്. കാരണം ഇതേ മതപരമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ വേറെയുണ്ട്. അവർ വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും ഇപ്പോൾ നിലവിൽ സ്ത്രീ ശാക്തീകരണത്തിനും എല്ലാം മുൻകൈ എടുക്കുമ്പോൾ ഇവർ നേരെ തിരിച്ചാണ്. ആ ഒരു 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മെ ഓർമ്മിക്കുന്നത് ഇതാണ്: സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി, അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഒരു ഭരണകൂടം മതി, മൗനം പാലിച്ചാൽ കാടത്തം വീണ്ടും വീണ്ടും മടങ്ങി വരും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ എന്തിനെക്കുറിച്ച് വേണമെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുവരെ ബൈ.